സ്പാർട്ടൻ സഫാരിയുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വെട്ടിയാറാണ്. വെട്ടിയാറിലെ ഒരു അടിപൊളി വർക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒരു വെട്ടിയാർ നിർമ്മിതമായ കാപ്പിക്കത്തിയുടെ വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ശില്പി ഹരി വെട്ടിയാറാണ് ഇത് നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല വർക്കുകളും നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരും പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്ക് പുതിയത് വേറെ കാണിക്കുമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രിയപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഒരു പുതിയ അനുഭവമാകട്ടെ ഈ ഒരു വർക്ക് എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് വർക്ക് ആദ്യാവസാനം ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഏറ്റവും ഇഷ്ടമായിട്ട് നമുക്ക് പരിചയപ്പെട്ട് വരാം. പ്രിയപ്പെട്ടവരെ, ഇപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറന്നു പോകാതെ എല്ലാവരും ലൈക്ക് അടിക്കണം, ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ നിർദ്ദേശപ്രകാരം വേണം നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനിലേക്ക് നമ്മുടെ ചാനലിൽ എത്തപ്പെടാൻ. അപ്പോൾ പുതിയ പുതിയ വർക്കുകളൊക്കെ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന പല പ്രിയപ്പെട്ട ആൾക്കാരും വിളിച്ചു ചോദിക്കാറുണ്ട് വെട്ടിയാർ എവിടെയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വെട്ടിയാർ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് വെട്ടിയാർ. അതായത് മാവേലിക്കര പന്തളം റൂട്ടിൽ സഞ്ചരിച്ച് വരുമ്പോൾ ആണ് വെട്ടിയാർ എന്ന സ്ഥലമുള്ളത്. അവിടെ പള്ളിയിറക്ക അമ്പലത്തിൻ്റെ ജംഗ്ഷനാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. പള്ളിയിറക്ക അമ്പലത്തിൽ അവിടെ നിന്ന് പടിപ്പുരപ്പടിയിലേക്ക് പോകുന്ന റൂട്ടിലെ ജംഗ്ഷനാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ആരോട് തിരക്കിയാലും അറിയാവുന്ന വ്യക്തിത്വമാണ് ശ്രീ ഹരി വെട്ടിയാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം ഡീറ്റെയിൽസ് ഇട്ട് തരും, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. കരിയിച്ച് തണുത്തായുണ്ട്, പഴുക്കാൻ താമസം വരുവേ. മഴ പെയ്യാതെ കറണ്ട് പോയെന്നാ മല പോകേണ്ടി അതൊന്നും പോട്ടില്ല. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള പിത്തള ചുറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പിത്തള ചുറ്റ് ഗേജ് കൂടിയ തകിടിലാണ്, അദ്ദേഹം പിത്തള തകിടിലാണ് ഇത് കട്ട് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം അല്പം ഒന്ന് പഴുപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളിയുടെ ചെറിയ പീസ് അതിങ്ങനെ അടിച്ച് പഴുത്ത് തകിട് രൂപത്തിലാക്കിയിട്ട് വളരെ ലോലമായ ഒരു പീസാക്കി മാറ്റും. അടിച്ച് പരത്തി ആ വെള്ളി പീസ് ഈ പിത്തള ചുറ്റിലേക്ക് വെക്കുമ്പം അതിലേക്ക് വെച്ചിട്ട് പൊൻകാരം ഒരു ആയുർവേദ മെഡിസിൻ കൂടിയാണ്. കൽക്കട്ടം പോലെയൊക്കെ ഇരിക്കും. പൊൻകാരവും കൂടെ വെച്ചിട്ടാണ് പൊൻകാരം പൊടിച്ച് കുതിർത്ത് അതിലേക്ക് വെച്ച ശേഷം അതിൻ്റെ പുറത്തേക്ക് ഈ വെള്ളി പീസ്, നമ്മൾ അടിച്ച് പരത്തി വെച്ചിരിക്കുന്ന വെള്ളി പീസ് അതിലേക്ക് കയറ്റി വെക്കും. അതിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു വെൽഡ് ചെയ്യേണ്ട ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം അത് ഉലയിലേക്ക് വെച്ച് ഒരു പ്രത്യേക മെഷർമെൻറ്റിലാണ് അദ്ദേഹം അത് ചൂടാക്കി എടുക്കുന്നത്. അതിപ്പം നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയത്തില്ലേ, മെയ് വഴക്കം കൈവഴക്കം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു മെഷർമെൻറ്റിലാണ് അദ്ദേഹം അത് ചെയ്തെടുക്കുന്നത്. അതിങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് അത് ഉലയിലേക്ക് വെച്ചിട്ട് പഴുപ്പിക്കും. ഈ പഴുപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു
കൈത്തട്ടമാണ്. ആ കൈത്തട്ടത്തിൽ പഴിപ്പിച്ചതാ ഇതേപോലെ എടുക്കുമ്പോൾ വെൽഡ് ചെയ്ത് കൃത്യമായി കിട്ടും. അത് കൃത്യമായ വെള്ളിത്തകടൊക്കെ കൃത്യമായ പൊസിഷൻ അല്ലായിരുന്നെങ്കിൽ അത് ഉരുകി വേറെ സ്ഥലത്തേക്ക് മാറും, വെൽഡിങ് കറക്റ്റ് ആകത്തില്ല. അത് കറക്റ്റായിട്ട് ഇത് വെൽഡ് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ്. അതിൽ ഗ്യാസ് വെൽഡൊന്നും അല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്, പ്യൂർ വെള്ളി തന്നെ ഇട്ടാണ് അദ്ദേഹം അത് വർക്ക് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഈ വർക്കുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഗംഭീര വർക്കുകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വർക്കുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ദൂരം ഒരു പ്രശ്നമല്ല, അദ്ദേഹം കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. ഇഷ്ടപ്പെട്ട വർക്കുകൾ അദ്ദേഹം വർക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് തരും. സാറേ, നമ്മളെ ഈ പല വർക്കുകളും പലരുടെയും കാണാറുണ്ട്. അപ്പം ഈ പല പ്രോഡക്റ്റുകളും ഈ ഭാഗങ്ങളിലൊക്കെ അടിപ്പാട് കിടക്കുമല്ലോ ഇങ്ങനെ. അത് അടിപ്പാട് കിടക്കാന്ന് പറയുമ്പോൾ കൂടുതൽ മെഷീൻ വർക്കേ വരുന്നുണ്ട്. പിന്നെ ആ രീതിക്ക് നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല, ഓരോരുത്തരുടെയും രീതികൾ അതായിരിക്കാം. നമ്മളിപ്പോൾ ചെയ്യാന്ന് പറയുമ്പോൾ മനുഷ്യനല്ലേ, നമ്മൾ കൈ കുഴയുമ്പോൾ ഒരു പാടൊക്കെ വീണിരിക്കും. അപ്പോൾ ആ പാട് നമ്മൾ ചെയ്യേണ്ടത് ടെമ്പറിങ്ങിന് മുമ്പായിട്ട് പാടുകൾ ഒരുവിധം പെട്ട പാടുകൾ അടിച്ച് കളയുക. പാടുകൾ മെഷീനിൽ നമ്മൾ ഇതുപോലെ രാഗി മാറ്റിക്കളയുക, ക്ലോത്ത് വല്ലതും ഇട്ട് അടിച്ചങ്ങ് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടെ ഭംഗിയായിരിക്കും, നിരപ്പും കിട്ടും. ഇതിപ്പോൾ നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞാൽ ഈ പട്ടം രാഗി എടുത്തു കഴിഞ്ഞാൽ മണ്ടയും കൂടെ ടെമ്പറിങ്ങിന് മുമ്പായിട്ട് പാടടിച്ച് കളയണം. ആ പണിക്ക് ഒരു ഭംഗി ഉണ്ടാവും. ഫിനിഷിംഗ് വർക്കിൻ്റെ അതെ ഭാഗം അതൊക്കെ. ഇതിപ്പം നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനിലാക്കി വെച്ചേക്കുന്നതാണ്. പിടി ഇറക്കി ഇവിടെ പിത്തള കെട്ടി ഈ കൂര് വെളിയിൽ തള്ളി, ഇനി ഇവിടെ വാഷ് ഇട്ട് അടിച്ച് മുറുക്കി കഴിഞ്ഞാൽ അരക്കിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു കാലത്ത് ഇത് ഊരി വരത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാം മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാണെല്ലാം ചെയ്യുന്നത്.
സ്മാർട്ട് പെൻ സഫാരിയുടെ പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഹരിവെട്ടിയാറിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീട്ടാവശ്യത്തിന്, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വർക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും, കൊറിയർ ചെയ്തു തരും. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ അദ്ദേഹത്തിന് വാട്സപ്പിലെ ഫോട്ടോയോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ ചെയ്ത് തരുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം.